ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ സഫലമായിരിക്കുന്നു. നാളെ നടക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് യമൻ ഭരണകൂടം. മറ്റാരുമല്ല, സമസ്തയുടെ സമുന്നതനായ നേതാവ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ രാത്രി മുതൽ നടത്തിയ നിർണായകമായ നീക്കങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത്. കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ, ഈ ചർച്ചകൾക്ക് പിന്നിൽ, നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന് പിന്നിലെന്ന് ആർജവത്തോടെ പറയുന്നു എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. കാരണം എന്തിനും ഏതിനും വർഗീയത പറയുന്നവർക്കുള്ള ശക്തമായ തിരിച്ചടി കൂടിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സജീവമായ ഇടപെടൽ, ആ വിജയം. നമുക്കറിയാം, ഹക്കീമിനെ സഹായിച്ചത് അത് ഹക്കീമായതുകൊണ്ടാണെന്ന് പറയുന്ന കുറെ വർഗീയവാദികൾ നമുക്കിടയിലുണ്ട്. ജോർജോ, ജോസഫോ, മോഹനോ, രവിയോ ഒക്കെ ആണെങ്കിൽ ഇവരാരും സഹായിക്കില്ല എന്ന് പറഞ്ഞു പരത്തിയ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അതിനിടയിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി പണ്ഡിതന്മാരുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരിയുടെ വധശിക്ഷ മാറ്റിവെപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും പോലും ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തുവെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനാകില്ല എന്നും പറഞ്ഞ് കൈയൊഴിയുന്ന വിധത്തിൽ, അതായത് അവരുടെ പരമാവധി അവർ ചെയ്തു എന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ബാക്കിയെല്ലാം യമനിലെ ഭരണകൂടത്തിന്റെ കയ്യിലാണെന്നും പറഞ്ഞ് ഈ വിഷയം അങ്ങനെ മാറ്റിവെച്ചപ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർണായകമായ ഇടപെടൽ നടത്തിയത്. അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് കാണാം. നിർണായകമായത് തീർച്ചയായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾ തന്നെയാണ്. ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. കുടുംബം ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി മാപ്പ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. നോക്കുക, ഇന്ത്യയിൽ ആർക്കും കഴിയാത്തൊരു കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇന്ത്യയിൽ, ഈ രാജ്യത്ത് ആരെക്കൊണ്ടും സാധിക്കാൻ കഴിയാതിരുന്ന കാര്യമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടപ്പാക്കിയിരിക്കുന്നത്. കാന്തപുരത്തെ വിമർശിച്ചവർ, അദ്ദേഹത്തിൻ്റെ പദവിയെ അവഹേളിച്ചവർ, അങ്ങനെയുള്ള സകലരും കണ്ണു തുറന്ന് കാണണം. ഇന്ത്യയിലെ ഒരു മതപണ്ഡിതനെ കൊണ്ടും കഴിയാത്ത കാര്യം. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പോലും സകല ശ്രമങ്ങളും നടത്തിയിട്ടും തീരുമാനമാകാതിരുന്ന കാര്യം. അതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാധിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ ഉസ്താദെ, 1000 അഭിനന്ദനങ്ങൾ, ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ. ഇത് ഞാൻ ഒരാൾ പറയുന്നതല്ല. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ച ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ അങ്ങയെ അഭിനന്ദിക്കുകയാണ്. അങ്ങയുടെ സ്നേഹം, അതിനുവേണ്ടിയുള്ള നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കഠിന പ്രയത്നം, അതിനെ ഞങ്ങളെല്ലാവരും അനുമോദിക്കുന്നു. ഇങ്ങനെയാകണം ഒരു മതപണ്ഡിതൻ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വർഗീയവാദിയാണെന്ന് പോലും പ്രചരിപ്പിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. കണ്ണു തുറന്ന് കാണണം നിങ്ങൾ. നിമിഷപ്രിയ എന്ന നമ്മുടെ എല്ലാം സഹോദരിക്ക് വേണ്ടി നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഇതിനുവേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? യമനിലെ പ്രമുഖ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചു. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് ആരാഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം സൂഫി വര്യന്മാരുടെ, സൂഫി പണ്ഡിതന്മാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഗോത്ര നേതാക്കൾ ഉണ്ടായിരുന്നു, കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു, നിയമസമിതി അംഗങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ ചർച്ചയിൽ പങ്കാളികളായിരുന്നു. ഹബീബ് അബ്ദുൾ റഹ്മാൻ മഹ്സൂസിന്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുലിന്റെ ഉന്നതതല സംഘം തലാലിന്റെ ജന്മനാടായ ഉത്തര യമനിലെ ദമാറിലാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു ഈ തലാലിന്റെ കൊലപാതകം, അതായത് ഈ നിമിഷപ്രിയ കേസിന് അടിസ്ഥാനമായ ആ കൊലപാതകം. ഈ ഒരു സാഹചര്യത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഈ പ്രതിനിധികൾക്ക് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലോടുകൂടി ഈ കുടുംബവുമായി സംസാരിക്കാൻ സൂഫി പണ്ഡിതന്മാരുടെ സംഘത്തിന് സാധിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. വധശിക്ഷ മരവിപ്പിച്ചു എന്ന കാര്യം നിമിഷപ്രിയയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസില് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. ദിയാധനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഉടൻ തന്നെ നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് പല തവണ പല രീതിയിൽ പല രൂപത്തിലൊക്കെ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള പല ഇടപെടലുകളും നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആത്മാർത്ഥമായി നടത്തിയെങ്കിലും ഈ പറയുന്ന ഗോത്ര വിഭാഗവുമായി സംസാരിക്കാൻ, അത് അവിടെ ഒരു ജാതീയ വിഷയമായി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വൈകാരികത ആളിക്കത്തിച്ചൊരു വിഷയമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുമായി നേരിട്ട് സംസാരിക്കാനോ ഏതെങ്കിലും തരത്തിലൊരു നെഗോഷിയേഷൻ നടത്താനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായത്. ഇനി നിമിഷപ്രിയയെ എങ്ങനെ മോചിപ്പിക്കാമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. അതായത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് മരവിപ്പിച്ചിരിക്കുന്നു. ഇനി നടക്കേണ്ടത് ഈ ഗോത്ര വിഭാഗക്കാരുമായും അതുപോലെ തന്നെ തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന നിമിഷപ്രിയ വധിച്ചു എന്ന കേസ് നിലനിൽക്കുന്ന ആളുടെ ബന്ധുക്കൾ, ഇപ്പോൾ സഹോദരനാണ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ, കുടുംബാംഗങ്ങൾ, ഗോത്ര വിഭാഗക്കാർ, അവിടുത്തെ നിയമജ്ഞർ തുടങ്ങിയവരുമൊക്കെയായി ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത് സൂഫി പണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. യമൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ, നിയമ ബോർഡിൻ്റെ പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഇതിൽ കൃത്യമായി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ചർച്ചകൾ നടത്തുന്നതെന്ന്. നോർത്ത് യമനിൽ നടക്കുന്ന യോഗങ്ങളിൽ ഷെയ്ഖ് ഹബീബ് ഉമറിനും തലാലിൻ്റെ സഹോദരനും പുറമെ യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, ഗോത്ര തലവന്മാർ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ബ്ലഡ് മണി സ്വീകരിച്ച് തലാൽ അബ്ദു മഹദിയുടെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്നതാണ് ചർച്ചയിലെ ആവശ്യം. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം വൈകാതെ തന്നെ സാധ്യമാക്കണമെന്നുമുള്ള ആവശ്യം ശക്തമായിരുന്നു. ഇന്നലെ വൈകിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെ യമൻ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് യോഗം നടന്നത്. ആ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്ന തീരുമാനം പുറത്തു വന്നത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ മോചനത്തിനുള്ള ശ്രമങ്ങൾ, ശരിക്കും പറഞ്ഞാൽ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം മാത്രമായിരുന്നില്ല അത്, മറിച്ച് ആ വധശിക്ഷ ഒഴിവാക്കി നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരിയെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് തിരികെ നാട്ടിലെത്തിക്കുക എന്നൊരു വലിയ പ്രോസസ്സിനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചത്. ഇനി അവിടെ ചർച്ചകൾ നടത്തണം. ആ ചർച്ചയുടെ ആദ്യ ഘട്ടം വിജയമാണ്. അതിൻ്റെ തെളിവായിട്ടാണ് വധശിക്ഷ മരവിപ്പിച്ചത്, അല്ലെങ്കിൽ നാളെ വധശിക്ഷ നടപ്പാക്കേണ്ടതാണ്. അത് തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. പുതിയ തീയതി എന്നൊന്ന് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ ആ മരവിപ്പിക്കൽ തീരുമാനം ഇനി അങ്ങോട്ട് തുടർന്ന് പരിപൂർണമായ റദ്ദാക്കലായി, വധശിക്ഷ റദ്ദാക്കലായി മാറും എന്ന് പ്രത്യാശിക്കാം. അതിനുശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കലാണ്. അതിനിടയിൽ ബ്ലഡ് മണി, ദിയാധനം എന്ന് പറയുന്ന ബ്ലഡ് മണി നൽകേണ്ടതുണ്ട്. അതെത്രയാണ്, എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിശ്ചിത തുക, അതായത് കോടികൾ തന്നെ വരും, ആ കോടികൾ കണ്ടെത്താനുള്ള ശ്രമം അതിവേഗത്തിൽ ആക്ഷൻ കൗൺസിൽ നടത്തുകയും അതിൽ 1 കോടി രൂപ ബോബി ചെമ്മണ്ണൂർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും, പല സന്നദ്ധ സംഘടനകളും പല വ്യക്തികളും, ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്. എത്രയാണോ വേണ്ടത് അത് നൽകി നിമിഷപ്രിയ എന്ന നമ്മുടെ പ്രിയങ്കരിയായ സഹോദരിയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതിലൂടെ മാത്രമേ ഈ മിഷൻ അവസാനിക്കുകയുള്ളൂ, അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി വെച്ച ഈ നീക്കം അവസാനിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അദ്ദേഹത്തെ അപമാനിച്ച, അവഹേളിച്ച, അദ്ദേഹത്തിൻ്റെ മതം പറഞ്ഞ് ഇത്രയും കാലം ദ്രോഹിച്ച, നോവിച്ച സകല വർഗീയവാദികളും കണ്ണു തുറന്ന് കണ്ടോളൂ, ഇത് ഞങ്ങളുടെ ഉസ്താദാണ്, നമ്മുടെ ഉസ്താദാണ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം ഇന്ന് രാജ്യത്തിൻ്റെ ഹീറോയായി മാറിയിരിക്കുകയാണ്. രാജ്യം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് പോലും കഴിയാത്തൊരു കാര്യം യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന സാർത്ഥകമാക്കാൻ ആത്മാർത്ഥമായി ഇടപെട്ട് ആദ്യഘട്ടത്തിൽ വിജയം നേടിയെടുക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് സാധിച്ചിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. അധികം വൈകാതെ ആ സഹോദരിയെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നു തന്നെയാണ് ഈ നിമിഷവും നമ്മുടെ എല്ലാം പ്രതീക്ഷ.